ജെയിംസർ, അതുപോലെ തന്നെ ഈ ലോകത്ത് ഇപ്പോൾ ഉള്ള, അതായത് ജനുവരി 20-ന് ശേഷം ഒരു 7-ഓ 8-ഓ യുദ്ധം അല്ലെങ്കിൽ സംഘർഷം താനാണ് അവസാനിപ്പിച്ചതെന്ന് ഇങ്ങനെ പറയുമ്പോഴും നൊബേൽ സമ്മാനം വേണമെന്ന് തന്നെ പറയുകയും മറ്റുള്ളവരെ കൊണ്ട് പറയുകയും ഒക്കെ ചെയ്യുന്ന ഡൊണാൾഡ് ട്രംപ് തന്നെയാണല്ലോ ഈ ടോമാഹാക്ക് എന്ന് പറയുന്ന ലോങ് റേഞ്ച് മിസൈലുകൾ യുക്രൈന് കൊടുത്തിട്ട് മക്കളെ നിങ്ങൾ സൈഡിൽ നിന്ന് ആക്രമിക്കേണ്ട, അങ്ങ് അകത്തേക്ക് കയറി ആക്രമിച്ചോളാൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ക്രിസ്റ്റീന പറഞ്ഞത് വളരെ ശരിയാണ്. ടോമഹോക്ക് മിസൈലുകൾ എന്ന് പറയുന്ന അമേരിക്കയുടെ ഈ ദീർഘദൂര വളരെ അത്യാധുനിക സംവിധാനങ്ങളുള്ള മിസൈലുകളാണ്. ഇതുവരെ യുക്രൈന് റഷ്യയുടെ ഉള്ളിലേക്ക് കയറി ആക്രമിക്കാനുള്ള അനുവാദം അമേരിക്ക നൽകിയിരുന്നില്ല. അതിൻ്റെ പേരിലാണ് ക്രീമിയയിലും തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ ആക്രമിച്ചത്. പക്ഷേ അമേരിക്കയും യൂറോപ്പും അറിയാതെ യുക്രൈൻ തന്നെ ഈ മിസൈലുകൾ കടത്തിക്കൊണ്ടുപോയി റഷ്യയിലെ പ്രധാനപ്പെട്ട മിലിറ്ററി കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു. അതിനെതിരെ അന്ന് അമേരിക്കയ്ക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് നിലപാട് മാറ്റി, കളം മാറ്റി ചവിട്ടി UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനെത്തിയ വൊളഡിമിർ സെലൻസ്കിയുമായി ചർച്ച നടത്തിയ ശേഷം പറയുന്നത് ഈ യുക്രൈന് കുഴപ്പമൊന്നുമില്ല, യുക്രൈൻ വേണമെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട ഭൂമി മുഴുവൻ തിരിച്ചു പിടിച്ചോട്ടെ, അമേരിക്ക പിന്തുണയ്ക്കാം, ആയുധം കൊടുക്കാം. ഇപ്പോൾ പറയുന്നു, ഈ മണിക്കൂറുകളിൽ പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ ഉള്ളിൽ കയറി ആക്രമിച്ചോളൂ, ദാ വരുന്നു ടോമാഹോക്ക് മിസൈലുകൾ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ റഷ്യ വെറുതെ ഇരിക്കുന്നില്ല. റഷ്യ പറയുന്നത് എന്താണ്? അമേരിക്ക ഈ രീതിയിൽ പ്രതികരിച്ചാൽ ഞങ്ങൾ ഈ യുദ്ധം രൂക്ഷമാക്കും, കൂടുതൽ ആൾക്കാർ മരിക്കും, അമേരിക്കയ്ക്ക് കൊടുക്കുന്ന സഹായം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല യുക്രൈന്. എന്തായാലും യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതികരിച്ചിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈൻ്റെ പിന്നിൽ ഉറച്ചു തന്നെയുണ്ട്. പക്ഷേ അമേരിക്ക ടോമഹോക്ക് മിസൈലുകൾ നൽകുന്നതോടെ യുക്രൈൻ യുദ്ധം കൂടുതൽ രൂക്ഷമാവാനാണ് സാധ്യത. ക്രിസ്റ്റീന പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ്. 7 യുദ്ധം അവസാനിപ്പിച്ചു, ഗസ യുദ്ധം അവസാനിപ്പിക്കുന്നു. ഒരു ഭാഗത്ത് യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് സ്ക്രൂ ചെയ്ത് യുക്രൈൻ യുദ്ധം കൂടുതൽ രൂക്ഷമാക്കാനാണ് ട്രംപും അമേരിക്കൻ ഭരണകൂടവും ശ്രമിക്കുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. താങ്ക് യു ജെയിംസ് സാർ. അപ്പോൾ അതാണ് ഇരട്ടത്തപ്പാണ്. ആയുധ വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്. ആയുധ വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് ലോകത്ത് യുദ്ധം നിലനിൽക്കണം. യുദ്ധം നിലനിന്നാൽ മാത്രമേ അവരുടെ ആയുധങ്ങൾ വിറ്റുപോകുള്ളൂ. ആയുധങ്ങൾ വിറ്റുപോയാൽ അവർക്ക് ഒരു രാഷ്ട്രത്തിന് അടിമടിക്കാൻ പറ്റുള്ളൂ. ആയുധം വിറ്റ് അടിമടിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് യുദ്ധം നിലനിൽക്കൽ പ്രധാനമാണ്. അതുകൊണ്ട് ലോകത്ത് സമാധാനം, ശാശ്വത സമാധാനം എന്നൊക്കെ പറയുന്നത് ഒരു മരീചിക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.